ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ കുറേ മുന്നേ പോയിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്, നല്ല മഴയുള്ള ദിവസമാണ്. രാവിലെ ഏകദേശം നേരത്തെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ മഴയത്ത് നല്ല പാട്ടൊക്കെ കേട്ട്, അതും ഈ മെലഡി സോങ്സൊക്കെ കേട്ട് യാത്ര പോകാമെന്ന് പറയുമ്പോൾ അത് ഒരു പ്രത്യേക ഫീലിങ്സാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കണ്ടപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ എവിടേക്കാണ് വന്നിട്ടുള്ളതെന്ന്. നമ്മൾ മലയാറ്റൂർക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ എത്തിയ സമയത്തും നല്ല മഴയായിരുന്നു കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറോളം മഴ മാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ. ആ സമയം മുഴുവൻ നമ്മൾ നല്ല പാട്ട് കേട്ട് കാറിൽ മഴ ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ മഴയൊക്കെ തുറന്നപ്പോൾ നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ പോയിട്ട് അവരോട് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവരവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ മല കയറാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ മഴയുള്ള ദിവസമായതുകൊണ്ട് തന്നെ അധികം തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ മാത്രമല്ല, പ്രത്യേകിച്ച് ഓഫ് സീസണും കൂടി ആയിരുന്നു. അപ്പോൾ വളരെ വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നന്നായിട്ട് സ്ലിപ്പ് ആവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ മലകളും ഇങ്ങനെ കയറാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 14 കുരിശടികളാണ് കേട്ടോ അവിടെ ഉള്ളത്. ഓരോ കുരിശടികൾ കഴിയുമ്പോഴും അവിടെ മെഴുകുതിരി കത്തിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനും വെള്ളം കുടിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് ആയ കാരണം തന്നെ ഒട്ടും ക്ഷീണം തോന്നിയിരുന്നില്ല കേട്ടോ. നമ്മൾ വിചാരിച്ചതിനേക്കാളും എളുപ്പം തന്നെ നമുക്ക് മലമുകളിൽ എത്തിച്ചേരാനായിട്ട് പറ്റിട്ടോ. ഒട്ടും തന്നെ തിരക്കില്ലാത്തൊരു ദിവസമായതുകൊണ്ട് തന്നെ നല്ല കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോണ വഴിക്ക് തന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു മണി സമയമാകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്താൻ പറ്റി. അപ്പോൾ ആ സമയത്ത് നമുക്ക് നല്ല ചൂടുള്ള നേർച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ കഞ്ഞിയും ചെറുപയറും അച്ചാറും. മല കയറി വന്നുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ സന്നിധിയിലും മുത്തപ്പൻ്റെ അവിടെയൊക്കെ പ്രാർത്ഥിച്ചു, മെഴുകുതിരി കത്തിച്ചു. പിന്നെ ഞങ്ങൾ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു. മലയുടെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ മഞ്ഞും കാറ്റൊന്നും ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് അടിവാരം മുഴുവൻ കാണാൻ പറ്റുമെന്നാണ് അവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഈ സൈഡിലൊക്കെ കയറി കെട്ടിയിട്ട് ഡേഞ്ചർ സിഗ്നൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ആളുകൾ അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ചെയ്തിട്ടുള്ളത്. ഞാൻ അവിടെ നിന്ന് കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഇനി ഇത് കണ്ടോ, ഇതാണ് ആന കുത്തിയ പള്ളി എന്ന് പറയുന്നത്. മലയാറ്റൂർ ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസാണിത്. അപ്പോൾ ആന കുത്തിയ ഭാഗം ഗ്ലാസ് കവർ ഇട്ടിട്ട് മൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഏറ്റവും പ്രത്യേകത ഉള്ളൊരു കാര്യമാണ് ഇവിടുത്തെ കിണർ. തീർത്ഥക്കിണർ എന്ന് പറയും. ഒരു അത്ഭുത കിണറാണത്. കാരണം ഒരിക്കലും വറ്റാതെ ഉള്ളൊരു കിണറാണ്. ഏത് വേനൽക്കാലത്തും വറ്റാതെ നിൽക്കുന്ന ഒരു കിണറാണ്. നമ്മൾ പോയ സമയത്ത് കിണറ്റിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും എല്ലാം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഏകദേശം ഈവനിങ് ആയി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറേ സമയം നമ്മൾ അവിടെ മലമുകളിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും കോട വന്നിങ്ങനെ നിറഞ്ഞു. അപ്പം ഇനി ഒരുപാട് ഇരുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അധികം താമസിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ചിന്നു ഭയങ്കര ചൂണ്ടടലാണ് കേട്ടോ. ഇവിടെയുള്ള ടീമിൻ്റെ ചൂണ്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയെല്ലാം കിട്ടുമോ? അത് ഇറങ്ങിന്ന് കൊത്തണ്ട വരും. പ്ലാവ് ഇതിവിടെ ഇരുന്ന് ചൂണ്ട ആരുടെയാണാവോ? ഇതൊന്നുമില്ല, മറ്റേ എന്താ പറയാ, എരയാ ഞാഞ്ഞൂളൊന്നുമില്ല. അതിന്റെ മുകളിൽ പിടിച്ച് ചാടിക്കോ, ഞാൻ പിടിച്ചിക്കാം. അപ്പോൾ ഏതെങ്കിലും സാധനം കുത്തുപോകും. അഞ്ഞു എടുക്കാൻ വേണ്ടി ചാടണ്ടാട്ടാ, നല്ല ആളുടെ തല പോകുന്നുണ്ട്. അപ്പൊ കോട്ടെ അത് വല്ല കുട്ടി
അയ്യോ എവിടെ ആഴുണ്ട് നമുക്ക് ആഴല്ലാണ്ടിരിക്കോ അല്ല ആഴുണ്ട് പറഞ്ഞ് അടച്ചോ പോകാം. മലയാറ്റൂർ പള്ളിയുടെ അടിവാരത്തുള്ള തടാകമാണ് കേട്ടോ അത്. അങ്ങനെ മലമുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഈ ഒരു തടാകത്തിന് ചുറ്റും ക്രിസ്മസ് ആവുന്ന ആ ടൈമിൽ 10,000-കണക്കിന് നക്ഷത്രങ്ങൾ തൂക്കും. അങ്ങനെയാണ് ഇത് നക്ഷത്ര തടാകം എന്നും കൂടെ അത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നമുക്ക് വീഡിയോസിലൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ഓണാക്കി എളുപ്പവഴിയും നോക്കിയിട്ട് പോരാണ് കേട്ടോ ഉണ്ടായത്. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത ലക്ഷ്യം ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തു ഫുഡ് കഴിക്കാനായിട്ട് കയറിട്ടോ. ഞാൻ ചിക്കൻ ബിരിയാണി ആണ് ഓർഡർ ചെയ്തത്. പിന്നെ ഏട്ടൻ ഓർഡർ ചെയ്തത് അൽഫാമാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ വന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. ഈ വീഡിയോ നമ്മൾ റീൽസിന് വേണ്ടി എടുത്തതാണ് കേട്ടോ. ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആണിത്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് അധികം താമസിയാതെ തന്നെ ഇറങ്ങി. അപ്പോൾ ഏകദേശം നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മെല്ലെ നമ്മൾ പാട്ടൊക്കെ കേട്ടതുപോലെ ഇങ്ങനെ പോന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. അതുവരേക്കും ബൈ.